തെക്കൻ കാശ്മീരിലെ പഹൽഗാമയിൽ സമാധാനത്തോടെ അവധിദിനം ആഘോഷിച്ചുകൊണ്ടിരുന്ന വിനോദസഞ്ചാരികൾക്കിടയിൽ മുസ്ലിം തീവ്രവാദികൾ തൂക്കുമായി എത്തുകയായിരുന്നു. ഇരകൾ പറയുന്നത് ഈ തീവ്രവാദികൾ കൊല്ലുന്നതിനു മുമ്പ് ഓരോരുത്തരുടെയും മതം ഏതാണെന്ന് തിരക്കിയിരുന്നു. കാൺപൂർ നിവാസികളായ ശുഭം ദ്വിവേദിയും ഭാര്യയും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിവാരി കുടുംബം പറയുന്നതനുസരിച്ച് തീവ്രവാദികൾ ദമ്പതികൾ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു. ഇത് ഉറപ്പിക്കാനായി അവരോട് കൽമ ചൊല്ലാനായി ആവശ്യപ്പെട്ടു. തൃപ്തികരമായ ഉത്തരം കിട്ടാതായപ്പോൾ തോക്കുധാരികൾ ശുഭമിനെ വെടിവെച്ചു. എന്നാൽ ഭാര്യയോട് നിങ്ങൾ പോയി മുസ്ലിം തീവ്രവാദികൾ എന്താണ് ചെയ്തതെന്ന് സർക്കാരിനോട് പറയൂ എന്ന് പറഞ്ഞു. ശുഭം വിവാഹിതനായിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കശ്മീരിൽ 370 റദ്ദാക്കി ഗവർണർ ഭരണം നടപ്പിലാക്കിയതിനു ശേഷം വളരെയേറെ സമാധാനമായ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒമർ അബ്ദുള്ള വീണ്ടും അധികാരത്തിൽ വന്നതോടെ അവർ മുസ്ലിം തീവ്രവാദികൾക്കായി വീണ്ടും വാതിലുകൾ തുറന്നിടുകയാണ്. ഈ തീവ്രവാദികൾക്ക് അവിടെ വന്ന് ഓരോരുത്തരുടെയും മതമന്വേഷിച്ച് കൃത്യമായി 27 പേരെ കൊല്ലാൻ സാധിച്ചെങ്കിൽ കശ്മീർ പോലീസ് വീണ്ടും ഭീകരരെ അനുകൂലിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തീവ്രവാദികൾക്ക് വളരെ കൃത്യമായി സഞ്ചാരികൾ ഇരിക്കുന്ന സ്ഥലത്തെത്താനും യാതൊരുവിധ തടസ്സവുമില്ലാതെ 100 റൗണ്ട് വെടിവെക്കാനും സാധിച്ചുവെങ്കിൽ കശ്മീരിലുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് ഇതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇവർ ഒത്തുചേർന്ന് ഇന്ത്യയിൽ വീണ്ടും കൊല്ലും കൊലയും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്.